കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ MSC കമ്പനിയുടെ 7 റെസ്ക്യൂ ടീമുകൾ ഉടനെത്തും. 4 ടീമുകൾ തിരുവനന്തപുരത്ത് നിന്നും 3 ടീമുകൾ കൊച്ചിയിൽ നിന്നുമാകും എത്തുക. നിലവിൽ കണ്ടെയ്നറുകൾ റോഡ് മാർഗം കൊല്ലം തുറമുഖത്ത് എത്തിക്കാനാണ് തീരുമാനം. പരിമണം തീരത്ത് ബാരലുകൾ അടിഞ്ഞു. ഇതിൽ എന്താണെന്ന് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. വിദഗ്ധ സംഘം പരിശോധിക്കും. കപ്പലിലെ അവശിഷ്ടങ്ങളിൽ തുടരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉണ്ട്, ആരും അടുക്കരുതെന്നൊക്കെ പറഞ്ഞൊരു അലർട്ട് മെസ്സേജ് ഇപ്പോഴും വാലിഡ് ആണ് ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്തായിരുന്നു അതിലെന്നുള്ളൊരു ചോദ്യം. അല്ല, നമ്മളിപ്പോൾ അത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു പാനിക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും അറിയിക്കുന്നതാണ്. അതെ. ഇനിയിപ്പം ഇതെല്ലാം നമുക്ക് കസ്റ്റംസ് ആക്ട് പ്രകാരം സീസ് ചെയ്തിട്ട് നമ്മൾ ഫർദർ ഡയറക്ഷൻസ് ഏതാണോ ഏജൻസി ഇതിനെ ടേക്ക് ഓവർ ചെയ്യുന്ന അവർക്ക് കൊടുക്കും. അവരതിനെ സേഫായിട്ട് അത് സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതെ സീസ് ചെയ്യണം. ഇനിയിപ്പോൾ അതിന് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കണ്ടെയ്നർ നമ്പേഴ്സ് എടുക്കുന്നേ ഉള്ളൂ. എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളതിൽ കണ്ടൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സീഷർ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, ഈ കണ്ടെയ്നറുകൾ ഉള്ളിൽ എന്താണ് സംബന്ധിച്ചുള്ള വ്യക്തത വരുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഇത് സംബന്ധിച്ച് ചില ആശങ്കകൾ കൂടി ബാക്കിയാണ്. അതിൽ അപകടകരമായിട്ടുള്ള കണ്ടെയ്നറുകൾ കൂടിയാണ് കടലിൽ നഷ്ടപ്പെട്ടത്. അതും ഇനി മറ്റ് തീരങ്ങളിൽ അടിയുമെന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. നിലവിൽ എന്താണ് നിലവിലെ നടപടികളൊക്കെ? വിഷ്ണു, ഞാൻ പരിമണം തീരത്താണുള്ളത്. പരിമണം തീരത്ത് 10ഓളം കണ്ടെയ്നറുകളാണ് ഇപ്പോൾ തീരത്തടിഞ്ഞിരിക്കുന്നത്. ശക്തമായ തിരമാലയുണ്ട്. കാറ്റിൻ്റെ ദിശയും തീരത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ കണ്ടെയ്നറുകൾ ഈ തീരത്ത് അടിയുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കണ്ടെയ്നറുകളിൽ പലതും ഭാഗികമായി കേടുപാടുകൾ വന്ന അവസ്ഥയിൽ ഈ തീരത്തേക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ 5ഓളം കണ്ടെയ്നറുകൾ പൂർണ്ണ അവസ്ഥയിൽ തന്നെ തീരത്തുണ്ട്. മറ്റു ചില കണ്ടെയ്നറുകൾ 2 കണ്ടെയ്നറുകൾ കടലിൻ്റെ ഭാഗത്തും ഈ തിരയിൽ പെട്ടുകൊണ്ട് തീരത്തേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതായി അടുത്തേക്ക് വരുന്നതായും കാണപ്പെടുന്നുണ്ട്. ശക്തമായ കാറ്റുണ്ട്. വരും മണിക്കൂറുകളിലും ഒരുപക്ഷെ ഈ കണ്ടെയ്നറുകൾ ഈ തീരത്ത് അടിയുന്നതിനുള്ള ഒരു സാധ്യതയുമുണ്ട്. അല്പസമയം മുമ്പ് ഈ കണ്ടെയ്നറിൽ നിന്നുള്ള ചില അവശിഷ്ടങ്ങൾ തീരത്തേക്ക് അടിഞ്ഞിരുന്നു. ആദ്യം അത് ചില ബാരൽ കണക്കിനുള്ള സാമഗ്രികളാണെന്നാണ് ആദ്യം കരുതിയിരുന്നത്. ഇത് പേപ്പർ റോളാണെന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇത് തീരത്തിന് പുറത്തേക്ക് തന്നെ അടിഞ്ഞു വീണിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പേപ്പർ റോളാണ്. മെഡിക്കൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളാകാം എന്നുള്ള ഒരു അനുമാനമാണുള്ളത്. മറ്റ് കണ്ടെയ്നറുകളിൽ ഒന്നും തന്നെ ഇവിടെ തീരത്തടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകളിൽ ഒന്നും തന്നെ കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിൽ ഒന്നുമില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിലുള്ളത്. കൊല്ലം തീരത്ത് 27ഓളം കണ്ടെയ്നറുകളാണ് നിലവിൽ വന്ന് തീരത്തടിഞ്ഞിരിക്കുന്നത്. ഇവിടെയെല്ലാം വിദഗ്ധ സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NDRFിൻ്റെയൊക്കെ വിദഗ്ധ സംഘം പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിമണം തീരത്ത് 10ഓളം കണ്ടെയ്നറുകൾ ഉണ്ട്. ഈ കണ്ടെയ്നറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും അടുത്ത ഘട്ടത്തിൽ നടക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കണ്ടെയ്നറിൽ നിന്നും ബാരൽ അടിഞ്ഞു എന്നുള്ള ഒരു അനുമാനത്തിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അത് ബാരലല്ല, പേപ്പർ റോൾ ആണ് എന്നുള്ള കനത്തിലുള്ള പേപ്പർ റോൾസ് ആണ് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി തന്നെ നമുക്ക് കാണാവുന്നതാണ്. തീരത്തേക്ക് അത് അടിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ്, ദൃശ്യമാണ് കാണുന്നത്. ഒപ്പം തന്നെ കേടുപാട് സംഭവിച്ച ഇതും ഈ തീരത്ത് വന്ന് അടിഞ്ഞിട്ടുണ്ട്. കണ്ടെയ്നറും തീരത്ത് വന്ന് അടിഞ്ഞിട്ടുണ്ട്. അത് തീരത്തോട് ചേർന്ന് തന്നെയാണ് ഉള്ളത്. ഈ കേടുപാട് സംഭവിച്ച തകർന്ന നിലയിലുള്ള കണ്ടെയ്നർ തീരത്ത് വന്ന് കിടക്കുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. ഈ തീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി കടൽ ഭിത്തിയോട് ചേർന്ന് തന്നെ കണ്ടെയ്നറുകൾ കിടപ്പുണ്ട്. ഇത് ഇങ്ങനെ വന്ന് അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകൾ ഇനി ഒഴുക്കിൽപ്പെട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വടം ഉപയോഗിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇനി NDRF സംഘം എത്തി പരിശോധനകൾ നടത്തി അത് സീസ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ ഈ പ്രദേശത്തെങ്ങും തന്നെ ആളുകളൊന്നുമില്ല, ജനവാസ മേഖലയാണ്. ഈ കടലിനോട് ചേർന്ന് തന്നെ തീരപ്രദേശത്ത് തന്നെ ധാരാളം വീടുകളുണ്ട്. ഈ വീടുകളിലുള്ള ആളുകൾക്കെല്ലാം തന്നെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കണ്ടെയ്നർ ഉള്ള ഭാഗത്തേക്ക് വരരുത് എന്നുള്ളത്. വീടിനോട് 200 മീറ്റർ അകലത്തിൽ ആളുകൾ എത്തരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം തുടരുന്നു. പക്ഷേ ഈ ഭാഗത്ത് പരിമണം തീരത്ത് കടലിനോട് ചേർന്ന് തന്നെ ധാരാളം വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യം, ആളുകൾ കണ്ടെയ്നറിനടുത്തേക്ക് വരരുത് എന്ന് പറയുമ്പോൾ ഈ തീരത്തിനടുത്ത് തന്നെ വീടുകൾ ഉള്ളത് അതൊരു എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നു.
നിലനിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ജനങ്ങളെല്ലാം തന്നെ വീടിനുള്ളിൽ തന്നെയാണ്, സുരക്ഷിതമായി തന്നെ വീടിനുള്ളിൽ കഴിയുന്നു. അവരാരും തന്നെ ഈ കണ്ടെയ്നറുകൾ കാണുന്നതിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ആളുകൾ എത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇവിടേക്ക് ആരും എത്തുന്നില്ല. മുഴുവൻ ആളുകളെയും ഇവിടെ നിന്നും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കൊല്ലം തീരത്ത് അടിഞ്ഞിരിക്കുന്നത് ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ് എന്നുള്ള നിഗമനമാണ് ഉള്ളത്. 73ഓളം കണ്ടെയ്നറുകളാണ് ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത്. അതിൽ 13 എണ്ണത്തിലാണ് രാസവസ്തുക്കൾ അടക്കമുള്ള ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ 73 ഒഴിഞ്ഞ കണ്ടെയ്നറുകളിൽ ചിലതാണ് ഇപ്പോൾ കൊല്ലം തീരത്തേക്ക് അടുക്കുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. കൊല്ലം തീരത്ത് ഈ പരിമണം ഉൾപ്പെടെയുള്ള തീരത്ത് കണ്ടിരുന്ന കണ്ടെയ്നറുകളിൽ അധികവും വലിയ കനപ്പെട്ട സാധനങ്ങൾ അതിനുള്ളിൽ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് തിരമാലയിൽപ്പെട്ട് ആടിയുലഞ്ഞ് തീരത്തേക്ക് അടുക്കുകയും ചെയ്തത്. നേരത്തെ തേയില ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളുള്ള കണ്ടെയ്നറുകൾ ശക്തികുളങ്ങര തീരത്ത് അടിഞ്ഞപ്പോൾ ഒരു ചുവന്ന കണ്ടെയ്നർ ആയിരുന്നു അത്. അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള കണ്ടെയ്നർ, ചുവന്ന കണ്ടെയ്നർ ഇവിടെ പരിമണം തീരത്തും അല്പസമയം മുൻപ് അടിയുകയുണ്ടായി. ഇനി ഈ കണ്ടെയ്നറുകൾക്കെല്ലാം ഓരോ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ഈ നമ്പറുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പുറമേ നിന്ന് നോക്കിക്കൊണ്ട് വ്യക്തമാക്കി ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളായിരിക്കും NDRF ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കണ്ടെയ്നറുകളുടെ നമ്പറുകൾ പ്രകാരം അതിനുള്ളിൽ ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണോ അതല്ല അതിനുള്ളിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഈ കണ്ടെയ്നറിന് ഉള്ളിൽ പരിശോധന നടത്താതെ തന്നെ ഇതിനുള്ളിൽ എന്താണ് എന്ന് ഇതിൻ്റെ നമ്പറുകൾ പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇനി ഉള്ള ഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ വേണ്ടി 7 റെസ്ക്യൂ ടീമുകളാണ് ഉടൻ തീരത്തേക്ക് എത്തുക. 4 ടീമുകൾ തിരുവനന്തപുരത്തു നിന്നും 3 ടീമുകൾ കൊച്ചിയിൽ നിന്നും എത്തും. നിലവിൽ കണ്ടെയ്നറുകൾ റോഡ് മാർഗം കൊല്ലം തുറമുഖത്ത് എത്തിക്കാനാണ് തീരുമാനം. റെസ്ക്യൂ ടീമിൻ്റെയും ജില്ലാ ദുരന്ത നിവാരണ സംഘത്തിൻ്റെയും സഹായത്തോടു കൂടിയായിരിക്കും ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുക. ഇപ്പോൾ ശക്തമായ മഴ തീരത്ത് പെയ്യുന്നുണ്ട്, കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും വരും സമയത്തും കൂടുതൽ കണ്ടെയ്നറുകൾ സുരക്ഷിതമായി തന്നെ നിൽക്കുക. മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നതും അത് തന്നെയാണ്. ശക്തമായൊരു കാറ്റും സാധ്യത ഉണ്ട് ആ ഒരു പ്രദേശത്ത്. അതിനൊപ്പം തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ തീരത്തടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ തീരമേഖലകളിൽ അടിയുന്നുണ്ട്. ഒപ്പം തന്നെ ജനങ്ങൾക്ക് ഇതൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്നുള്ളൊരു കാര്യം സംബന്ധിച്ചുള്ളൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തു തന്നെയായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതും വരും മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഉള്ളത്. മനോജ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. മനോജ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിൽ കൂടി കണ്ടെയ്നറിൻ്റെ ഭാഗങ്ങളും കപ്പലിലെ മറ്റ് അവശിഷ്ടങ്ങളൊക്കെ തന്നെയും അടിഞ്ഞുകൂടുന്ന സാഹചര്യമാണുള്ളത്. കൊല്ലത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ എത്തുന്നു. എന്നാൽ ഇത് എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത്? നീക്കം ചെയ്യേണ്ട നടപടികൾ അത് എത്രത്തോളം വേഗത്തിലാണ് എന്ന് സംബന്ധിച്ചാണ് അറിയേണ്ടത്. തീർച്ചയായും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് മഴ പെയ്യുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഇവിടേക്ക് നിൽക്കുന്നുണ്ട്. എന്തായാലും MSC കമ്പനിയുടെ ജീവനക്കാരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ടീം ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവരുടെ ടീമും എത്തിയിട്ടുണ്ട്. എന്തായാലും കസ്റ്റംസ് സംഘത്തിൻ്റെ ഈ സീസ് ചെയ്തതിന് ശേഷം അവർക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും അവർ ഇവിടെ നിന്നും ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 27ലധികം കണ്ടെയ്നറുകൾ ഈ കൊല്ലം തീരത്തേക്ക് അടിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പലതിലും വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള, അതായത് ന്യൂസ് പേപ്പറുകൾ, അതോടൊപ്പം തന്നെ മെഡിക്കൽ സാധനങ്ങളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ തന്നെ പല മേഖലകളിലായി, പല പെട്ടികളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല തീരങ്ങളിലും, തിരുമുല്ലവാരം തീരങ്ങളിലടക്കം നീല കെട്ടുകളിലായി ഇത്തരത്തിൽ ഓരോ സാധനങ്ങളായി വന്ന് അടിഞ്ഞിരിക്കുന്നു, ബാരലുകൾ വന്ന് അടിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ തന്നെ ജാഗ്രത പാലിച്ചുകൊണ്ട് ഈ ആളുകളോടൊന്നും തന്നെ അടുത്തേക്ക് പോകരുത് എന്നുള്ള കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിൽ നിന്നും ഈ കപ്പൽ കമ്പനി ടീം
ഇങ്ങോട്ടേക്ക് എത്തും. അതോടൊപ്പം തന്നെ NDRFൻ്റെ ടീം അടക്കം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ റോഡ് മാർഗം കൊണ്ടുപോകാനായിരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത്. അതായത് ഈ ഉദ്യോഗസ്ഥരും അറിയിച്ചത് അങ്ങനെ തന്നെയാണ്. കാരണം കടലിൻ്റെ കാറ്റിൻ്റെ ഗതി ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടേക്ക്, അതായത് കൊച്ചിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അത്തരം സംവിധാനങ്ങളൊന്നും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ റോഡ് മാർഗമോ അല്ലെങ്കിൽ ഈ എവിടെയെങ്കിലും സുരക്ഷിതമായുള്ള രീതിയിൽ സൂക്ഷിക്കാനോ ആണ് സാധ്യത. ഏതായാലും നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് എത്തിയിട്ടുള്ള ആളുകൾ ഇവിടെ ഓരോ തീരത്തായി എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങളൊക്കെ ഇനി കൂടുതൽ ഈ കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് അടിയാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിശോധനകൾക്ക് ശേഷം ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള, അതായത് മത്സ്യത്തൊഴിലാളികൾക്കടക്കം ഈ കണ്ടെയ്നറുകൾ ഇവിടെ കിടക്കുന്നതിൽ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നീക്കം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ രാസപരിശോധന, അതായത് ഈ വെള്ളത്തിൻ്റെ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ആ പരിശോധനയും ശാസ്ത്രീയപരമായിട്ടുള്ള പരിശോധനകളൊക്കെ നടക്കും. അതനുസരിച്ചായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ. അതായത് ഇത്തരത്തിൽ ഈ കൂടുതൽ കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് അടിയാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന് പറയുന്ന കണ്ടെയ്നറുകൾ, ഈ കണ്ടെയ്നറുകൾ അതിൻ്റെയൊക്കെ നമ്പറുകളും അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ മറ്റ് രേഖകളും ഒക്കെ ഇവിടെ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേതെങ്കിലും കണ്ടെയ്നറുകൾ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് കൃത്യമായും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കണ്ടെയ്നറുകൾ ഏത് തരത്തിൽ വന്നടിഞ്ഞാലും അതിനടുത്തേക്ക് ആളുകളോട് പോകരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വിഷ്ണു. മനോജ്, ഒപ്പം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം 640ഓളം കണ്ടെയ്നറുകളിൽ 13 എണ്ണമാണ് അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്നത്. എന്നിരുന്നാൽ കൂടിയും അതിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇത്തരം കണ്ടെയ്നറുകൾ ഇവിടെ ഇങ്ങനെ നിർത്തി വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ തുടരുന്നത് തന്നെ നമുക്കറിയാം പ്രതികൂല കാലാവസ്ഥ തുടരുകയാണ്. രാത്രിയോട് അടുക്കുമ്പോൾ വേലിയേറ്റ സമയം ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ കേടുപാടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റു ചില തീരങ്ങളിൽ അത് തകർന്ന നിലയിലാണ് കണ്ടെയ്നറുകൾ കാണപ്പെട്ടത്. അങ്ങനെ ഇനിയുള്ള ഈ കണ്ടെയ്നറുകൾ മാറ്റുന്നത് സംബന്ധിച്ചുള്ള നടപടികൾക്ക് ഈ പ്രതികൂല കാലാവസ്ഥ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയല്ലേ? തീർച്ചയായും കാലാവസ്ഥ പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബോട്ടുകളൊന്നും ആദ്യമേ ഇവിടേക്ക് ഇറക്കി ഒരു പരിശോധന, അതായത് കണ്ടെയ്നർ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അതിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുവാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഈ തിരകൾക്കനുസരിച്ച് കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇനിയും ശക്തിയായി തിരകൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ കാറ്റിൻ്റെ ദിശ മാറുമ്പോൾ കണ്ടെയ്നറുകൾ ഒഴുകി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. അതിനു മുമ്പായി തന്നെ ഈ ഉദ്യോഗസ്ഥരെത്തി ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന ശേഷമായിരിക്കും ഈ സ്വീസിങ് ചെയ്യുക. അതിന് ശേഷം ഈ കപ്പൽ കമ്പനി ജീവനക്കാർ, ഈ ടീം അംഗങ്ങളെത്തി അത് മാറ്റേണ്ട നടപടിക്രമങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കാണുന്ന കണ്ടെയ്നറുകൾ നമുക്കറിയാം 3 എണ്ണമുള്ള ഒരു 2 സെറ്റ് കണ്ടെയ്നറുകളും പിന്നീട് മറ്റൊരു കണ്ടെയ്നറും ഇപ്പോഴത്തെ അരികിലായിട്ടുണ്ട്. ഇതിൽ ഈ മഞ്ഞ നിറത്തിലുള്ള കണ്ടെയ്നറിനുള്ളിൽ നിന്നും പേപ്പറുകൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് ന്യൂസ് പേപ്പറുകളടക്കം ഈ കണ്ടെയ്നറിനുള്ളിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കണ്ടെയ്നറുകളുണ്ട്. അതിലൊക്കെ തന്നെ ഏത് തരത്തിലുള്ള വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് എന്നതിനെപ്പറ്റി കൂടുതലും പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് വസ്ത്രങ്ങളടക്കം കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കപ്പൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും ടീം അംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ തീരത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പം നമ്മളത് പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ബൈ സീ ആണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. സീ തന്നെ എടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. കടൽ മാർഗം തന്നെ കൊണ്ടുപോകാൻ, അതായത് റോഡ് മാർഗം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ ഭയങ്കര നാരോ ഇതായതുകൊണ്ട്, വേസ് ആയതുകൊണ്ട് നമുക്കത് വളരെ റിസ്കി ആയിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ട്രൈ ആണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ട സംവിധാനങ്ങൾ, അതായത് ഈ കാറ്റിങ്ങനെ ശക്തിയായി തന്നെ ഇങ്ങോട്ടേക്കാണ് അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ കൊണ്ടുപോകുമ്പോൾ എതിർദിശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളില്ലേ? അല്ല, അത് നമ്മളത് പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്ത് നോക്കുമ്പം അതാണ് റിസ്കി, അത് കുറവായിട്ടുള്ളതെന്ന് തോന്നുന്നു. സോ നമ്മളതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സംവിധാനമാണ് അതിന് വേണ്ടിയിട്ട്? അല്ല, ഇപ്പം നമ്മളതിന് ഒരു ഇതായിട്ട് ഫൈനലൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ടീമുമായിട്ട് സ്വീസ് ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കി എല്ലാ നടപടിയും. അതെ. എത്ര ടീമംഗങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ? ഇപ്പം നമ്മളൊരു 10 അംഗ ടീമംഗങ്ങൾ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഓൺ ദി വേ ആണ്. ഇതിപ്പോൾ വന്നിട്ടുള്ളതിൽ ഏത് തരത്തിലുള്ള വസ്തുക്കളാണ് എന്നതിന്? എല്ലാം നിൽ കാർഗോ ആണ്. ഒരു കണ്ടെയ്നറിൽ മാത്രമാണ് ടീ ബാഗ്സ് ഉള്ളത്. ബാക്കിയെല്ലാം നിൽ കാർഗോ ആണ്.
ഈ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് അതൊരു കോട്ടൺ റാക്സ് ഉണ്ട്, അത് വേറെ സൈഡിലാണ്, കൊല്ലം ഭാഗത്താണ് ഉള്ളത്. താങ്ക് യു. അപ്പോൾ എന്തായാലും അവരൊക്കെ വ്യക്തമാക്കിയതുപോലെ തന്നെ കടൽ മാർഗം ശ്രമിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ചെറിയ വഴികളാണ്. അപ്പോൾ കണ്ടെയ്നറുകളൊക്കെ വലിപ്പം നമുക്കറിയാം. ആ കണ്ടെയ്നറുകൾ ഒരു സെറ്റിൽ 3 എണ്ണമൊക്കെയാണുള്ളത്. അപ്പോൾ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിനേക്കാളും, അതായത് ഈ ജനവാസ മേഖലകളിലൂടെയാണ് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ട ബുദ്ധിമുട്ടുകൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ അവർ പറഞ്ഞു. എന്തായാലും കടൽ മാർഗം ഈ കണ്ടെയ്നറുകൾ എത്തിക്കുവാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അതിനുവേണ്ട സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് വകുപ്പുകളും ഇവിടെ ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടേക്ക് നിരവധിയായിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ മനോജ സൂചിപ്പിച്ചതുപോലെ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള നടപടികൾക്കായുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ്. എന്തുതന്നെയായാലും കൊച്ചി ഭാഗത്ത് ചരിഞ്ഞ കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറുകളാണ് കൊല്ലം ആലപ്പുഴ തീരദേശ മേഖലകളിലായി അടിയുന്നത്. ഇവിടെ ഇപ്പോൾ കണ്ടെയ്നറുകൾ തീരത്ത് തന്നെയാണ് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് മാറ്റുന്ന നടപടികളാണ് ഇനി ആലോചിക്കേണ്ടത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി വരും മണിക്കൂറിൽ ലഭ്യമാകും. മിഥുൻ മുരളിയും എം മനോജുമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.